ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മൾ ചേപ്പശ്ശേരിയിൽ നിന്ന് നേരെ കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പൊള്ളാച്ചി എത്തിയിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ അപ്പോൾ നമ്മൾ നിർത്തിയിട്ട് നമ്മുടെ ആരോൺ ഇപ്പോൾ നീച്ചിട്ടുള്ളൂ. ആരോൺ എന്താ പറയാനുള്ള ആരോണ്? എന്താണ്? അയ്യോ, ടോയ്സും വേണം. ഒരു പ്ലാനിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിൽ പോകുന്നു. അവിടെ പോയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ചേപ്പശ്ശേരിയിൽ നിന്ന് നമ്മൾ കൊടൈക്കനാലിലേക്കുള്ള ദൂരം 221.2 കിലോമീറ്ററാണ്. 5 മണിക്കൂർ 48 മിനിറ്റോളം യാത്രയുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം 4:30 മണിക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സമയം 6:30 മണിയായി. ഈ സൂര്യൻ ഉദിച്ചു വരുന്ന ഈ ചോള കൃഷിയാണ് അധികം. നമുക്ക് പൊള്ളാച്ചിയിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അധികം ചോള കൃഷിയാണ് ചെയ്യുന്നത്. ചോള കൃഷിയുടെ മുകളിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന കാണാൻ തന്നെ ഭംഗിയാണ്. അപ്പോൾ കാഴ്ചകൾ കണ്ട് നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ ഉടുമലപ്പേട്ട റോട്ടിലേക്ക് എത്തിയാണ്. അപ്പോൾ ചെറിയ ജംഗ്ഷൻ വന്ന് ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് കട്ട് ചെയ്ത് പോകുന്നു. കടകളൊന്നും കാര്യമായിട്ട് തുറന്നിട്ടൊന്നുമില്ല. രാവിലെ ആയി തന്നെയാണ് വലിയ കടകളൊന്നും കാര്യമായിട്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴനിമലേൻ്റെ തൊട്ട് താഴത്തിൽ കൂടെയാണ് നമ്മുടെ മെയിൻ റോട്ടിൽ കൂടെ നമ്മൾ ഈ കൊടൈക്കനാലിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ റോട്ടിൽ കൂടെ തന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ പഴനിമലയുടെ മലയുടെ മുകളിലുള്ള ക്ഷേത്രം നമുക്കൊന്ന് കാണാൻ പറ്റുന്നത്. അടിപൊളിയാണ്, ഭംഗിയാണ്. ഒരുപാട് തീർത്ഥാടകർ പോകുന്നുണ്ട് ഈ റോട്ടിൽ കൂടെ. അപ്പോൾ പഴനിമലയാണ് അടിച്ചു കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം പഴനിയിൽ നിന്ന് ഏകദേശം കൊടൈക്കനാലിലേക്ക് 65 കിലോമീറ്റർ ആണ്. ടൗണിൽ നിന്ന് 65 കിലോമീറ്ററുള്ളൂ. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ റൂട്ടിലേക്ക് തിരിഞ്ഞു. പറഞ്ഞ് 65 കിലോമീറ്ററാണ് ഇനിയിപ്പോൾ കൊടൈക്കനാലിലേക്കുള്ളത്. നമ്മൾ നേരെ കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലേക്ക് എൻട്രി ആവുകയാണ്. ഇവിടെ 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റ് ചെക്കിങ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി പ്രിൻസസ് ഓഫ് ഹിൽ കൊടൈക്കനാൽ വെൽക്കം ടു യു എന്ന ബോർഡ് കഴിഞ്ഞ് നമ്മൾ ചുരം കയറാൻ പോകുന്നത്. ഏകദേശം 30 കിലോമീറ്ററോളം ഇനി ചുരം തന്നെയാണ് കേട്ടോ. ചുരത്തിൽ കൂടെയുള്ള പോകാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരം കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ 2 ചെക്ക് പോസ്റ്റ് കാര്യങ്ങളുണ്ട്. പേപ്പർ വർക്ക്, വണ്ടീൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ പക്കയായിട്ടുള്ളതായാലും വരിക കൊടൈക്കനാലിൽ വരുമ്പോൾ. ചില വണ്ടികൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ചില വണ്ടികൾക്ക് വിടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരെ ചുരത്തിലേക്ക് പോകണം. നമ്മൾ ചുരം കയറി നല്ല ഹെയർ പിന്നൊക്കെ പറഞ്ഞ വലിയ ഹൈപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ചെറിയ റോഡാണ്, വീതി കുറഞ്ഞ ചെറിയ റോഡാണ്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റിൽ കാര്യങ്ങളൊന്നും വണ്ടി ഓടിക്കാൻ പാടില്ല. വളരെ പതുക്കെ പോകും. അപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ട് നമ്മൾ ഡ്രോൺ പറത്തി താഴെ പല്ലാർ ഡാം വ്യൂ പോയിൻ്റ് ഉണ്ട്. അടിപൊളി വ്യൂ ആണ്. വ്യൂസ്. അപ്പോൾ ഓരോ എയർപിന്നും കഴിയുമ്പോൾ അതിൻ്റെ വ്യൂ എന്നൊക്കെ ഒരുപാട് വ്യൂ പോയിൻറ്റുകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഡ്രോൺ പഴുത്ത് അതിൻ്റെ വിഷ്വലാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോണ റൂട്ടും റോഡുകളൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത് ഇതിന് വ്യക്തമായി കാണാം.
അങ്ങനെ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യൂ നിൽക്കണം. നമുക്ക് ക്യൂ ആ ബസ്സായതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അടിച്ച് മുന്നോട്ട് കയറിയപ്പോൾ കാര്യം മനസ്സിലായത് ഇവിടെ ടോളാണ്. നമ്മളിവിടെ ബൈക്കുകൾക്കൊന്നും പൈസേൻ്റെ ആവശ്യമില്ല. കാറുകൾ മറ്റു വാഹനങ്ങൾക്കൊക്കെ ഇവിടെ ടോൾ കൊടുക്കണം. ഏകദേശം കാറിന് എനിക്ക് വന്ന 60 രൂപയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടൈക്കനാലിൻ്റെ ആദ്യത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അത് അടിപൊളി വാട്ടർഫാളാണ്. സിൽവർ കാസ്കാഡ് വാട്ടർഫോൾസാണ് ഇത് കാണുന്നത്. ഇത് നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ തന്നെ ആദ്യ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ സിൽവർ കാസ്കാഡ് വാട്ടർഫോൾസ്. മറ്റു വിനോദമാണ്. ഇപ്പോൾ വെള്ളം ലേശം കമ്മിയുണ്ട്, എന്നാലും കാണാൻ നല്ല ഭംഗിയായിട്ട്. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം 10-20 കിലോമീറ്ററോളം ഓടി നമ്മൾ സിറ്റിയിലേക്ക് ഇപ്പോൾ എൻട്രി ചെയ്ത് കൊടൈക്കനാലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കൊടൈക്കനാൽ നമ്മളിപ്പോൾ സിറ്റിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു. ടൗണിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സിറ്റിയിലൊക്കെ മൊത്തം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂം എടുത്തു. ഈ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റൂം കേട്ടോ. അപ്പോൾ അന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൊടൈക്കനാലിലെ എപ്പിസോഡ് മറ്റു കാര്യങ്ങൾ കാണാൻ വേണ്ടി വീണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്